ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XS ആണ്. പല സൈസസ് അവൈലബിൾ ആണ്. സൈസിനനുസരിച്ചിട്ട് പ്രൈസിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. ഒരുപാട് വലിയ ചേഞ്ചസ് അല്ല, ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ നെക്ക് വന്നിട്ട് ഇതുപോലത്തെ ഒരു കോളേഡ് ആയിട്ടുള്ള ഒരു വി നെക്കാണ് കേട്ടോ വരുന്നത്. റെഡും വൈറ്റും ബ്ലാക്കും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ പ്രിന്റിംഗിൽ വരുന്ന ഒരു അടിപൊളി കുർത്ത സെറ്റ് ആണ് കേട്ടോ. പിന്നെ നെക്കിന്റെ ഇവിടെ ആയിട്ട് ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇങ്ങനത്തെ ഒരു കുഞ്ഞു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നെക്ക് പീസ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. ഇനി ഇതിന്റെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. ഈ ഒരു പ്രിന്റിംഗ് വർക്ക് തന്നെയാണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. കുറച്ചൊരു ബ്രൈറ്റനിങ് ആയിട്ടുള്ള കളറാണ്. നമുക്ക് ഏത് ആൾക്കാർക്കും മാച്ച് ചെയ്ത് പോകുന്ന ഒരു അടിപൊളി കളറും കൂടെയാണ് കേട്ടോ. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങനെ പൊന്തി നിൽക്കുന്ന അങ്ങനത്തെ മെറ്റീരിയൽ അല്ല. നമ്മളെ ഒതുങ്ങി നിൽക്കുന്ന നല്ല ഒരു റയോൺ മെറ്റീരിയലിന്റെ ഒക്കെ രീതിയിലുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. പിന്നെ ഇതിന്റെ താഴോട്ട് ഫുൾ ഇങ്ങനെ പ്രിന്റിംഗ് ആണ്. പിന്നെ സ്ലിറ്റ് ഇല്ലാത്ത ഒരു കുർത്ത സെറ്റ് ആണ് കേട്ടോ. ഇത് അത്യാവശ്യം വീതിയും കാര്യങ്ങളും എല്ലാം ഫ്ലെയർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പും കൂടെയാണിത്. ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. നല്ല അടിപൊളി കുർത്തയാണ്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. ഇതുപോലെ കോളേർഡ് ആയിട്ടുള്ള നെക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്ക് സൈഡ് ഒന്നും കാണത്തില്ല. കുറച്ച് ഹൈ ആയിട്ട് നിൽക്കും. നല്ല ഭംഗിയുള്ള കുർത്ത സെറ്റ് ആണ് കേട്ടോ. ഇതിന്റെ ഒരു കളറും കൂടെ അവൈലബിൾ ആണ് കേട്ടോ. അതിന്റെ പിക്ചർ വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. 2 കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് യെല്ലോ ആയിരുന്നു, ഒന്ന് വേറൊരു കളറും കൂടെയാണ്. ഞാൻ ഇതിന്റെ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ ലിങ്ക് വേണ്ടവര് എന്ത് ചെയ്യാ, കമന്റ് ചെയ്യാ, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അടുത്തത് ഇതിന്റെ പാന്റ് ആണ്. ഇതിന്റെ പാന്റ് വന്നിട്ട് പലാസോ പാന്റ് ആണ് കേട്ടോ. നല്ല വീതിയുള്ള ഒരു പലാസോ പാന്റ് ആണ് വന്നിട്ടുള്ളത്. ഒരു മുട്ടുമുട്ട് ഉള്ള ഫ്ലവർ അല്ല, നമ്മൾ മുട്ടായിട്ടുള്ള പ്രിന്റിംഗ് വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റിച്ചിങ്ങും കാര്യം അടിപൊളിയാണ്. ഇതിന്റെ മെറ്റീരിയലും നല്ല മെറ്റീരിയൽ ആണ്, കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നീലടിക്കുന്ന പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല പലാസോ തന്നെ നല്ല വീതിയുള്ള പാന്റ് ആണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അടിപൊളിയാണ്. ഇനി ഇതിന്റെ ഷോള് വന്നിട്ടുള്ളത് ഇതാ, നമ്മുടെ ടോപ്പിന്റെയും പാന്റിന്റെയും കൂടെ പ്രിന്റിങ് മിക്സ് ചെയ്തുകൊണ്ടാണ് കേട്ടോ വരുന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ടോപ്പിൽ വരുന്ന ഫ്ലവർ പ്രിന്റിങ്, ഇത് പാന്റിൽ വന്നിട്ടുള്ള ഫ്ലവർ അല്ല, ഒരു മുട്ടുമുട്ടായിട്ടുള്ള പ്രിന്റിങ് കേട്ടോ. നല്ല ടോപ്പാണ്, സോറി നല്ല ഷോളാണ്. കോട്ടൺ മെറ്റീരിയലിൽ വന്നിട്ട് ഷോൾ തന്നെയാണ് കേട്ടോ. നമുക്ക് ഇത് വീട്ടിൽ നിന്ന് നമുക്ക് യൂസ് ചെയ്യാം. അതെല്ലാം നമുക്ക് ഓഫീസിലോട്ടോ പുറത്തെങ്ങോട്ടെങ്കിലൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടോപ്പാണ്. 500 റുപ്പീസിന് താഴെ വരുന്നതാണ്. അടിപൊളി ക്വാളിറ്റിയിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, നല്ല ഷോളാണ്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നീങ്ങി പോകുന്ന പ്രശ്നമൊന്നുമില്ല. കംഫർട്ടായിട്ട് നമുക്ക് വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്ത സെറ്റാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ്. ഇനി നെക്സ്റ്റ് നമ്മുടെ വന്നിട്ടുള്ളത് ഇതൊരു ഷർട്ട് പീസ് ആണ് കേട്ടോ. ഈ കാണുന്ന നല്ല പേർപ്പിൾ കളറിൽ വരുന്ന ഒരു ഷർട്ടാണ് കേട്ടോ. ഇതിലിതാ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളറിലുള്ള ത്രെഡിങ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇത് പ്രിന്റിങ് അല്ല, ത്രെഡ് ചെയ്തിട്ടുള്ളതാണ് വൈറ്റ് നൂല് വെച്ചിട്ട് ട്ടോ. ഇപ്പൊ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലേ ഇതുപോലത്തെ പ്രിന്റിങ് അല്ലാത്ത ത്രെഡിങ് വർക്ക്സ്. കംപ്ലീറ്റ് നമ്മുടെ ഡ്രസ്സിലൊക്കെ ത്രെഡ് വർക്ക് ആണ് ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെ നെക്ക് കുറച്ചൊരു ഹൈ നെക്ക് മോഡലിലാണ്. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഞെറിവുകൾ കൊടുത്തിട്ടുള്ള ഒരു നെക്കാണ് കേട്ടോ. കംപ്ലീറ്റ് ബട്ടൺസ് ആണ്, ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ആണ് താഴെ വരെ കൊടുത്തിട്ടുള്ളത്. വൈറ്റ് ബട്ടൺസ് ആണ്. സ്ലീവ് ഒരു
വെറൈറ്റി സ്ലീവ് ആണ്. കുറച്ചൊരു പഫി ആയിട്ട് ഫീൽ ചെയ്യുന്ന സ്ലീവ് ആണ്. സ്ലീവിലും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ത്രെഡിങ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ അറ്റത്ത് ഇതുപോലത്തെ പ്ലീറ്റ്സ് കൊടുത്തിട്ട് ഇവിടെ ഒരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇത് നോർമൽ ഒരു ഷോ ബട്ടൺ ആണ് കേട്ടോ. ഇങ്ങനെ ഒരു ഷോ ബട്ടൺ ആണ് സ്ലീവ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഒരു അടിപൊളി പഫി ആയിട്ടുള്ള സ്ലീവ് ആണ്. പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. നീലടിക്കുന്ന പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ള ലാർജ് ആണ്. കുറച്ച് ഒരു ലൂസ് ഫിറ്റിൽ ഇടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ലാർജ് സൈസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോർമൽ സൈസ് തന്നെ ചൂസ് ചെയ്താൽ മതി. പല സൈസസ് അവൈലബിൾ ആണ്. സൈസിനനുസരിച്ചിട്ട് എന്താ ചെയ്യുക, പ്രൈസിൽ മാറ്റം വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ കളേഴ്സ് പല കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ പേർപ്പിൾ ആണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ യെല്ലോ ഷെയ്ഡ് അവൈലബിൾ ആണ്, വൈറ്റ് ഷെയ്ഡ് അവൈലബിൾ ആണ്, പിന്നെ അതുപോലെ വേറെ ഒരു ഷെയ്ഡും കൂടെ ആണ്. അങ്ങനെ 4 കളേഴ്സിലാണ് ഞാൻ മീഷോയിൽ കണ്ടിട്ടുള്ളത്. ഞാൻ കുറേ കാലം കാർട്ടിൽ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു. കാരണം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വന്നതാണല്ലോ. അപ്പൊ ഞാൻ ഇപ്പോ ആണ് എന്റെ കൈ കിട്ടിയത് കേട്ടോ. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡ് ഇതാ ഫുൾ ഇതേപോലത്തെ പ്രിന്റിംഗ് ആണ്. പിന്നെ ഇവിടെ കണ്ടോ, ഈ ഒരു എൻഡിങ് പോർഷനിൽ ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ. നമ്മുടെ ഷർട്ടിനൊക്കെ ഉള്ള പോലെ തന്നെ ഇങ്ങനത്തെ ഒരു റൗണ്ട് ആയിട്ടുള്ള കട്ടിങ്ങിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് 500 റുപ്പീസിന് താഴെയാണ്. കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ അടുത്തത് വന്നിട്ട് ഒരു ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള കുർത്ത സെറ്റ് ആണ് കേട്ടോ. ബ്ലാക്കിൽ നല്ല അടിപൊളി പ്രിന്റിംഗ് ആണ്. വൈറ്റും മെറൂണും ഒക്കെ കൂടിയിട്ടുള്ള പ്രിന്റിംഗ് വന്നിട്ടുള്ള ഒരു കുർത്ത സെറ്റ് ആണ്. ടോപ്പും ബോട്ടം ദുപ്പട്ട സെറ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ളതാണ്. സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് സ്മോൾ സൈസ് ആണ്. പല സൈസസ് അവൈലബിൾ ആണ്. സൈസിനനുസരിച്ചിട്ട് ചിലതിൽ മാറ്റം വരുന്നുണ്ട്, ചിലതിൽ മാറ്റം വരുന്നിട്ടില്ല. ഇപ്പൊ എക്സസ് ആണെങ്കിലും എസ് ആണെങ്കിലും ഒരേ റേറ്റ് ആയിരിക്കും. സ്മോളിനാവുമ്പോൾ കുറച്ചൊരു വില കൂടും, മീഡിയം ആവുമ്പോൾ കുറച്ചൊരു വില കൂടും. അങ്ങനെ ഓരോന്നിനും ഓരോ റേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ നെക്ക് വന്നിട്ട് ഇതാ ഇതുപോലത്തെ ഒരു റെഡും വൈറ്റും വരുന്ന ഒരു സീക്വൻസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത്, ഒരു ലേസ് വർക്ക്. സ്ലീവ് വന്നിട്ട് ഇതാ 3/4 സ്ലീവ് ആണ്. സ്ലീവിലും ഇതുപോലത്തെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു സീക്വൻസ് വർക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുൾ പ്രിന്റിംഗ് ആണ് കണ്ടോ. ഇങ്ങനത്തെ ഒരു പ്രിന്റിംഗ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. താഴെ വരെ അങ്ങനെയാണ് കേട്ടോ പ്രിന്റിംഗ് വർക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും. ഇത് അത്യാവശ്യം കുറച്ച് ലോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പാണ് കേട്ടോ. കുഞ്ഞു ടോപ്പ് ഒന്നുമല്ല, നമ്മുടെ മുട്ടിനൊക്കെ കുറച്ചും കൂടി താഴെയായിട്ട് ഇറങ്ങി നിൽക്കുന്ന ആ ഒരു രീതിയിലുള്ള ടോപ്പാണ്. നോർമൽ സൈസ് ചൂസ് ചെയ്താൽ തന്നെ മതി. അത്യാവശ്യം വീതിയും കാര്യങ്ങളും ക്വാളിറ്റിയും ഒക്കെ ഉള്ള ടോപ്പാണ്. കോട്ടൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ളതാണ്. പിന്നെ ഇതിന്റെ കളേഴ്സ് ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു ബ്ലാക്കിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്ക് സൈഡ് കംപ്ലീറ്റ് ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഇനി ഇതിന് പാന്റും ഷോളും വരുന്നുണ്ട്. പാന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇതിന്റെ പാന്റ്. അതൊന്ന് കാണിച്ചിട്ടാണ്. പാന്റിൽ ഇതുപോലത്തെ ഒരു പ്രിന്റിംഗ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇലാസ്റ്റിക് വരുന്ന പാന്റാണ്. സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. കോട്ടൺ മെറ്റീരിയലിലാണ് പാന്റും വന്നിട്ടുള്ളത്. സാധാ നോർമൽ പാന്റ് ആണ്, പലാസോ ടൈപ്പ് പാന്റ് ഒന്നുമല്ല കേട്ടോ. സാധാ കുർത്തസിനൊക്കെ ഉള്ള പാന്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ക്വാളിറ്റി ഉള്ളതാണ്, നീലെടുക്കുന്ന പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഭംഗിയുള്ള ഒരു പ്രിന്റും വർക്കും കൂടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഷോള് വരുന്നുണ്ട്. ഷോളും ഇതേപോലത്തെ ടോപ്പിന്റെയും പാന്റിന്റെയും കൂടെ പ്രിന്റിങ് മിക്സ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. നല്ല കോട്ടൺ മെറ്റീരിയലിൽ ഉള്ളതാണ്. കുഴഞ്ഞ ശീലയാണ്. നമുക്ക് കംഫേർട്ട് ആയിട്ട് വിയർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് കോളേജിലോട്ട്, ഓഫീസിലോട്ട്, വീട്ടിൽ നിന്ന് ഒക്കെ ഡെയിലി യൂസസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുർത്ത സെറ്റും കൂടിയാണ് കേട്ടോ. നല്ല പ്രിന്റിംഗ് വർക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയാണ്. ഇതിന്റെ സൈസസും കാര്യങ്ങളൊക്കെ
നോക്കിയിട്ട് നിങ്ങൾ വാങ്ങാം കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന നല്ലൊരു കുർത്ത സെറ്റ് ആണ് കേട്ടോ. ഇതും ദുപ്പട്ട ഇല്ലാത്ത പാന്റ് ടോപ്പ് സെറ്റിൽ വരുന്ന കുർത്ത സെറ്റ് ആണ് കേട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് 370 റുപ്പീസ് ഒക്കെയാണ്. കുറച്ചും കൂടെ ലോ പ്രൈസിൽ വരുന്നതാണ്. കാരണം ഇതിൽ ദുപ്പട്ട അടങ്ങിയിട്ടുള്ള പാന്റും ടോപ്പും മാത്രം അടങ്ങിയിട്ടുള്ളതായതുകൊണ്ടാണ് പ്രൈസ് കുറച്ചൊരു കുറവ് കേട്ടോ. അപ്പോൾ ഇത് ഒരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള കുർത്ത സെറ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഒരു വെറൈറ്റി കളേഴ്സ് ആണ് കേട്ടോ. ഇതിന്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്. ഫ്രണ്ടിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞു ഗോൾഡൻ ഷെയ്ഡിലുള്ള ഒരു കുഞ്ഞു ലേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടില് സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ് കേട്ടോ. ഇങ്ങനെയുള്ള സ്ലീവ് ആണ്. സൈഡിൽ ഇതുപോലത്തെ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. നമുക്ക് ഇതുപോലെ തന്നെ പുറത്തു പോകുമ്പോഴും വീട്ടിൽ നിന്നും കോളേജിലോട്ടും ഡെയിലി യൂസേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്ത സെറ്റ് ആണ്. സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് സ്മോൾ സൈസ് ആണ്. ഇതിന്റെ സൈസസ് ഒരുപാട് സൈസസ് അവൈലബിൾ ആണ്. 6XL വരെ സൈസസ് അവൈലബിൾ ആണ്. അത്രയും സൈസസ് ഉള്ള ഒരു ടോപ്പും കൂടെയാണ്. പിന്നെ സൈസിനനുസരിച്ചിട്ട് പ്രൈസിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഞാൻ സ്മോൾ ആണ്, എന്റെ നോർമൽ സൈസ് തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. XXS തൊട്ടിട്ട് 6XL വരെ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു കുർത്ത സെറ്റിന്. അത്രയും സൈസസ് ഞാൻ ആദ്യമായിട്ടാണ് യൂഷ്വലി കാണുന്നത് കേട്ടോ. കാരണം ഞാൻ അത്രയും സൈസസ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ്. ഞാൻ ഇപ്രാവശ്യം സെലക്ട് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ കംപ്ലീറ്റ് കോട്ടൺ മെറ്റീരിയൽ ആയിപ്പോയി. ഞാനിപ്പോഴാണ് നോക്കുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ കോട്ടൺ മെറ്റീരിയൽ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും വാങ്ങിയതല്ല. ഞാൻ മേടിച്ചപ്പോൾ അതുപോലെ ആയിപ്പോയതാണ് കേട്ടോ. പിന്നെ ഇതിന്റെ കളേഴ്സ് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ പിങ്ക് ആണ് എടുത്തിട്ടുള്ളത്. ഇത് പിങ്ക് ആണെങ്കിലും ഒരു വെറൈറ്റി പിങ്ക് ആണ് കേട്ടോ. ഇതിന്റെ ഒരു സ്കൈ ബ്ലൂ അവൈലബിൾ ആണ്, ഒരു ഗ്രേ കളർ അവൈലബിൾ ആണ്, ഒരു ഗ്രീൻ ഷെയ്ഡ് അവൈലബിൾ ആണ്, പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ് അവൈലബിൾ ആണ്. ഇനി യെല്ലോ ഷെയ്ഡും കൂടെ ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ 4-5 കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ബാക്ക് സൈഡ് ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനത്തെ പ്രിന്റിംഗ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഇത് കളർ ഇളകി പോകുന്ന ആ ഒരു പ്രശ്നമൊന്നും ഇല്ലാത്ത ടോപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇനി അടുത്തത് ഇത് പാന്റ് ആണ്. പാന്റ് ഇതാ ഇങ്ങനത്തെ ഒരു പാന്റാണ്. ഇലാസ്റ്റിക് വന്നിട്ടുള്ള പാന്റ് ആണ്. സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. കോട്ടൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ളതാണ്. നോർമൽ സാധാരണ കുർത്തിയൊക്കെ ഉള്ള പോലത്തെ പാന്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വൈറ്റ് കളറിലുള്ള പ്രിന്റിംഗ് ആണ്. ഈ പ്രിന്റിങ് തേപ്പ് പോലത്തെ പ്രിന്റിംഗ് അല്ല. ഇത് ഈ ഒരു ശീലയിലുള്ളത് തന്നെയാണ്, ഈ ഒരു ക്ലോത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇളകി പോകുന്ന പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അതിന്റെ എല്ലാം പ്രിന്റിങ് ഇളകി പോകുന്ന പ്രശ്നം ഇല്ലാത്ത പ്രിന്റിംഗ് ആണ് കേട്ടോ. സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നല്ല പാന്റ് ആണ്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളതും ലൂസിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ല പാന്റ് തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കുർത്ത സെറ്റ് ആണ് ഇത് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് പലരും മീഷോയിൽ കണ്ടിട്ടുണ്ടാവും. ഇൻസ്റ്റഗ്രാം റീൽസിലും കാര്യങ്ങളിലൊക്കെ അടിപൊളിയായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രസ്സും കൂടെ ആയിരുന്നു. കുറച്ച് മുന്നേ ഉള്ള ഡ്രസ്സിംഗ് ആണ്. ഇപ്പോഴും ട്രെൻഡിങ്ങിൽ വരുന്ന ഡ്രസ്സ് തന്നെയാണ്. പക്ഷെ ഞാൻ വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിപ്പോയി എന്നുള്ളതാണ് അതിന്റെ സത്യം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടോപ്പ് കൂടെയാണ് കേട്ടോ. കാരണം ഫോട്ടോയിൽ കണ്ടപ്പോൾ ഞാൻ അത്രയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷെ എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ അധികം ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇതൊരു ഷോർട്ട്
ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. കുറച്ച് ലെങ്തി കുറഞ്ഞിട്ടുള്ള, നമ്മുടെ മുട്ടിനൊക്കെ കുറച്ച് മേലെയായിട്ട് കയറി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ടോപ്പാണ്. ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവും. അപ്പോൾ ഇതിന്റെ നെക്ക് വന്നിട്ട് ദാ ഈ ഒരു വി നെക്കാണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. ഇതില് ഇങ്ങനത്തെ ഒരു ഇലാസ്റ്റിക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കൈയിന്റെ ഇവിടെ കറക്റ്റ് ടൈറ്റ് ആയിട്ട് നിന്നോളും. പിന്നെ ഇതിന്റെ ഒരു പ്രിന്റിംഗ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രിന്റിംഗ് വർക്ക് ആണ് കേട്ടോ. ഒരു വൈറ്റ് കളറിൽ ഇങ്ങനത്തെ ഒരു, ഇതിപ്പോ എന്താപ്പോ ഇങ്ങനത്തെ ഒരു ഫ്ലവർ എന്നൊക്കെ പറയാം, അങ്ങനെയുള്ള ഒരു ഫ്ലവർ വർക്കിലുള്ളതാണ് കംപ്ലീറ്റ് വരുന്നത് കേട്ടോ. ഫുൾ അങ്ങനത്തെ പ്രിന്റിംഗ് വർക്കാണ്. ഇതൊരു തേപ്പല്ല, അതിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് ഇളകി പോകുന്ന പ്രശ്നമോ കളർ ഇളകുന്ന പ്രശ്നമോ ഒന്നുമില്ല. നല്ല പ്രിന്റിംഗ് വർക്കാണ്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ്. സൈസസ് ഒക്കെ ഒരുപാട് സൈസസ് അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ ഇവിടെ ചെറുതായിട്ട് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇറക്കം കുറഞ്ഞിട്ടുള്ള ഒരു കുർത്തിയാണ്. ബാക്ക് സൈഡ് ഇതാ ഇതുപോലെയാണ്. ഇവിടെ കട്ടിങ് കൊടുത്തിട്ടുള്ള ഒരു ടോപ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ചെറുതായിട്ട് നീലടിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും. ചെറുതായിട്ട് നീലടിക്കുന്നുണ്ട്. പക്ഷെ ബ്ലാക്ക് ആണെങ്കിൽ നമുക്ക് ഉള്ളിൽ ഒരു ഇന്നറോ കാര്യങ്ങളോ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ